ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ രാവിലെ നമുക്ക് കോളേജിൽ പോയിട്ട് ഡേ ആണ്. അപ്പോൾ ഇന്ന് ലേറ്റായി കുറച്ച്. എന്നാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു റെഡിയായി. അതിനെപ്പറ്റി നമ്മൾ ബസ്സൊക്കെ പോയി. പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നു, വേറൊരു ബസ് കയറി. പിന്നെ നമ്മൾ കായംകുളമല്ല മാവേലിക്കരയിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബസ്സിന് വേണമെങ്കിൽ കയറി പോകാം, പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒത്തിരി സമയമാവും. അതുകൊണ്ട് പിന്നെ അവളെന്നും ട്രെയിനാണ് പോകുന്നത്, അവിടെ വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു നീ അവിടെ വാ, ഞാൻ അവളോട് പറഞ്ഞു അവിടെ വരാനെന്ന്. അപ്പോൾ അവളവിടെ വന്നു, എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ഞങ്ങളവിടെ കൂടെ പോയി. അതിനുശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവൾ കൊണ്ടുപോയി അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ട്രെയിൻ കയറി. ഞങ്ങൾ ആറന്മുളയല്ല ചെങ്ങന്നൂർ ചെന്നിട്ട് പിന്നെ ആറന്മുളയ്ക്ക് ബസ് കയറി പോയി. നമ്മൾ ക്ലാസ്സിൽ വന്നു. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നമുക്ക് പ്രസൻറ്റേഷൻ ഉണ്ട് ലോയുടെ, അപ്പം അതൊക്കെ പറയണം. അപ്പോൾ എല്ലാവരും ഭയങ്കര പഠിത്തമാണ്. നമ്മൾ പഠിത്തവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വൈകിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഇതാണ് മഞ്ജിമ. ഈ വീഡിയോ കാണുമ്പോൾ അവൾ എന്നെ മിക്കവാറും തല്ലിക്കൊല്ലും. നമ്മളെന്നും പരശുറാമിനാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ ട്രെയിനാണ് തിരിച്ച് പോകുന്നത്. അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി, അവർക്കും സീറ്റ് കിട്ടി. പക്ഷെ അവരിരുന്നില്ല, കാരണം അവർ നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നത് കൊണ്ട് അവർ നിന്നു. ബാക്കി ഇരിക്കേണ്ടവരൊക്കെ ഇരിക്കട്ടെ എന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പം അളവർ പറയുന്നുള്ളൂ നാളെ ഇത് യൂട്യൂബിലെ കണ്ടൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായും. അവർ പിന്നെ ഇറങ്ങി അവരുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ പിന്നെ ഞാനും എൻ്റെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇറങ്ങിയിട്ട് ഈ കുറച്ച് ഡേഞ്ചറാണ്. പക്ഷെ നോക്കിയൊക്കെയാണ് ഇറങ്ങുന്നത്. മറ്റേ അപ്പുറത്തൂടെ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് പോകേണ്ട ബസ് അങ്ങ് പോകും. അതുകൊണ്ട് ഒരു എളുപ്പപ്പണിക്കാണ് ഇപ്പോൾ അതൊക്കെ ചാളുന്നത്. പക്ഷേ ഇതുവരെയൊന്നും അല്ല വരേണ്ടത്, അത് വേറെ കാര്യം. അതിനുശേഷം നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീ പാർവതി ബസ് വരും. ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്, ഇപ്പുറത്തൂടെ അല്ല, ആ നേരെ തന്നെ വരുമ്പോൾ ഈ ബസ് സ്റ്റോപ്പ് അതുകൊണ്ട് വരുന്ന ബസ്. പിന്നെ ബസ്സിലൊക്കെ കയറി നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പിലെത്തി. എന്ന് വെച്ചാൽ വീണ്ടും ഒരു ബസ് കയറണമല്ലോ. ആ ബസ്സിൻ്റെ ഈ ബസ് കയറി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്കുള്ളത് ബസ് ചെയ്യൂ.